മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 294 എപ്പിസോഡിൽ നാട്രം മ്യൂറിയാറ്റിക്കം എന്ന അധ്യായത്തിൻ്റെ 6ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് നാട്രം മ്യൂറിനെ തനിമയുള്ളതാക്കി തീർക്കുന്ന വളരെ സവിശേഷമായ ചില ലക്ഷണങ്ങൾ, നാട്രം മ്യൂറിൻ്റെ തന്മയാർന്ന ഒരു സ്വഭാവ സവിശേഷത, പാസൾഫ്, നൈട്രിക് ആസിഡ്, അർജന്റൻ നൈട്രിക്കം തുടങ്ങിയ ചില ഔഷധങ്ങളുമായിട്ടുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില കമ്പാരിസൺസ് ഒക്കെ വരും. നാട്രം മ്യൂർ പേഷ്യൻറ്റിനെ എങ്ങനെ കണ്ട് മനസ്സിലാക്കാവുന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട ചില സൂചനകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്കവ വിശദമായിട്ട് നമുക്ക് ശ്രമിക്കാം. ചിൽഡ്രൻ ബോൺ ഇൻ എ മലേറിയൽ റീജിയൻ ആർ ലൈക്ലി ടു ഗോ ഇൻ ടു മറസ്മസ്. ഒരു മലേറിയൽ റീജിയൻ, മലമ്പനി സാധാരണമായിട്ട് വരുന്ന പ്രദേശങ്ങൾ, മലമ്പനി എന്നുള്ള പേര് വന്ന് തന്നെ മലമ്പ്രദേശങ്ങളിൽ വരുന്നത് എന്നുള്ള തരത്തിലോ, മാർഷി ഏരിയാസ് ആകാം, ആ സവിശേഷതരം കൊതുകുകൾ പെരുകുന്ന സാഹചര്യങ്ങൾ. പണ്ടത്തെ കാലത്ത് അത്തരം സ്ഥലങ്ങളിൽ മലമ്പനി വന്ന് ഒരുപാട് മനുഷ്യർ മരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള മലമ്പനി മേഖലകൾ തന്നെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവയെ അങ്ങനെ പ്രകടമായിട്ടില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ വ്യാപകമായ സപ്രഷൻ്റെ ഫലമായി മറ്റ് തരത്തിൽ ഇത്തരം മേഖലകൾ മറ്റ് രോഗാവസ്ഥകളുടെ പേരിലൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ മലമ്പനി ഇല്ലാത്തത് കൊണ്ട് ഈ ലോകം കുറെ കൂടി സുരക്ഷിതമായ ഇടമായി തീർന്നു എന്ന് കരുതുന്നത് തെറ്റാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഡയാലിസിസ് സെൻ്റർ ഉള്ളതും ഒരുവിധപ്പെട്ട ആശുപത്രികളെല്ലാം ഓങ്കോളജിക്കൽ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതുമൊക്കെ ഇതുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ പറയുന്ന അത്തരം മലേറിയൽ റീജിയൻസിൽ ജനിക്കുന്ന കുട്ടികളിൽ ഈ ഒരു ഗ്രഹണിയുടെ ഒരു സ്വഭാവം കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ്. അപ്പോൾ അന്നും മലമ്പനിക്ക് സപ്രസീവ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ വന്ന് ആ ട്രീറ്റ്മെൻ്റ് എടുത്ത മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികളുടെ ഒരു പ്രശ്നമായിരിക്കാം. ഇന്ന് പക്ഷേ ഇങ്ങനെ ആകണമെന്നില്ല, ഇങ്ങനെ അല്ലാതാനും അത് മറ്റു തരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം തലമുറകളിലേക്ക് വ്യത്യസ്തമായ രീതിയിൽ വരുന്ന രോഗാവസ്ഥകളില്ല എന്ന് ഇപ്പോൾ വാദിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എങ്ങനെയാണെന്നും അതിന് യോജിക്കുന്ന ഔഷധങ്ങൾ എന്താണെന്നും നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദേ ഹാവ് എ വൊറേഷ്യസ് അപ്പിറ്റൈറ്റ്, എ വണ്ടർഫുൾ ഹങ്ങർ. വല്ലാത്ത വിശപ്പ്, വല്ലാത്ത ഭക്ഷണ സാധനങ്ങളുടെ ആർത്തി വല്ലാതെ ഉണ്ട്. ഈറ്റിംഗ് മച്ച്, ധാരാളം തിന്നും, പക്ഷെ എന്താ ഫലമില്ല. ബട്ട് ഓൾ ദ ടൈം എമീഷിയേറ്റിംഗ്, എത്ര തിന്നാലും ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടീഷൻസ് ഓഫ് പ്രഗ്നൻസി, ഗർഭകാലത്ത് വരുന്ന പ്രശ്നങ്ങൾ. ദ മാമറി ഗ്ലാൻഡ്സ് വേസ്റ്റ്, ഗർഭകാലത്ത് പാലുൽപാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ അത് പോഷിപ്പിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്, പക്ഷെ അതിന് പകരം അവ ശോഷിച്ചു വരുന്നു. ദർ ഇസ് വേസ്റ്റിംഗ് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ മാമറി ഗ്ലാൻഡ്സ് സ്ഥിതി ചെയ്യുന്ന ആ ശരീരത്തിൻ്റെ മേൽഭാഗങ്ങൾ ശോഷിച്ചു വരുന്നു. രസകരവും സന്തോഷകരമായ ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എനിക്ക് പരിചയമുള്ളതാണ്. എനിക്ക് വേണ്ടി ചില പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് വിവാഹമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനത് അറിഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ ശേഷമാണ് മറ്റു ചില സുഹൃത്തുക്കളോട് ഈ പുള്ളിക്കാരിക്ക് പറഞ്ഞിട്ട് ഞാനിത് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാറ്റ് ചെസ്റ്റാണ്. മാമറി ഗ്ലാൻഡ്സ് പ്രത്യക്ഷത്തിൽ ഒട്ടും ഡെവലപ്പ് ചെയ്തിട്ടില്ല, ബ്രസ്റ്റ് ഒട്ടും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ എങ്ങനെ പാല് കൊടുക്കുമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ ചിന്ത. അവസാനം കുറച്ച് പ്രശ്നങ്ങളെ കുറച്ച് സങ്കീർണമായി ഇത് ഞാനും കൂടി ഇടപെടേണ്ട ഒരു കേസ് വന്നു. ഞാൻ കോഴിക്കോട് ഡോക്ടർ സുമേഷുണ്ട്, സുമേഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി. സുമേഷിന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ചില നിരീക്ഷണങ്ങൾ. സുമേഷ് നാട്രം മ്യൂർ തന്നെ കൊടുത്തത്. നാട്രം മ്യൂർ കേസായിരുന്നു അത്. ഒരു ക്ലോറോട്ടിക്, ഇതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, ക്ലോറോട്ടിക് ഗേൾസ് എന്ന്. ഒരുതരം ക്ലോറോട്ടിക് നേച്ചറുള്ള ഒരു യുവതിയായിരുന്നു അത്. പെട്ടെന്നൊന്നും ഈ ഗ്ലാൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. പക്ഷേ പിറ്റേ വർഷം അവൾ പ്രസവിച്ചു. പിന്നീട് 2 പ്രസവം കൂടി നടന്നു. 3 കുട്ടികളുണ്ട്. 3 കുട്ടികളും ആരോഗ്യമുള്ള കുട്ടികളായിട്ട് വളരുന്നുണ്ട്. ഞാനത് അന്വേഷിച്ചു. അതിൻ്റെ കുട്ടികളെ ഫീഡ് ചെയ്യുന്നവരൊന്നും കുഴപ്പമുണ്ടായില്ല. ആവശ്യത്തിന് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതാണ്. പുറമേക്ക് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും
അത് വാസ്തവത്തിൽ നാറ്റമ്യൂറിൻ്റെ ഒരു വലിയൊരു സ്മാരകമാണ്, ജീവിക്കുന്ന സ്മാരകമാണ്. ഇതെനിക്ക് നേരിട്ടറിയാവുന്ന, അന്നും ഇന്നും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാണെങ്കിൽ പോലും കൃത്യമായ ഔഷധം നാറ്റമ്യൂർ ആണെങ്കിലും അല്ലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഫങ്ഷണൽ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു കുറവുണ്ടാവില്ല. ഫിസിക്കലി ഡെവലപ്പ് ചെയ്യാൻ സമയം പിടിക്കും, കെൻഡന് പറയുന്നത് വർഷങ്ങളെടുക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടക്കും. ദ യൂട്രസ് ഈസ് ഇൻറ്റൻസ്ലി സോർ, ഗർഭാശയം വല്ലാതെ നൊമ്പരമാണ്. ദ ലിക്കറിയ വിച്ച് ഈസ് അറ്റ് ഫസ്റ്റ് വൈറ്റ് ടേൺസ് ഗ്രീൻ, വെള്ളപോക്ക് നമ്മൾ നേരത്തെ കണ്ടു, വെള്ളപോക്ക് വെള്ള തന്നെയായിരിക്കും, അങ്ങനെ ആയിരുന്നു, പക്ഷേ പിന്നീട് പച്ച നിറമായിട്ട് മാറി, പച്ച നിറത്തിലുള്ള പോക്ക്. വുമൺ ടേക്ക് കോൾഡ് ഇൻ എവറി ഡ്രാഫ്റ്റ് ഓഫ് എയർ, ഒരു തണുത്ത കാറ്റടിച്ചാൽ മതി ആകെ തണുപ്പടിച്ച് പ്രശ്നമായി, ജലദോഷം. There is pain during sexual congress with dryness of the vagina, a feeling as though sticks pressed into the walls of the vagina, pricking pains. ഒരു രസകരമായൊരു ഇഡിയമാണ് എൻ്റെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ഭാഷയുടെ ഒരു സൗന്ദര്യം. സെക്ഷൽ കോൺഗ്രസ്, സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നേ അർത്ഥമുള്ളൂ, ഒരു മനോഹരമായ ഒരു ഇഡിയമാറ്റിക് യൂസേജ്. അപ്പോൾ ലൈംഗിക വേഴ്ചയുടെ സമയത്ത് വേദന കാരണം എന്താണ്? വജൈന വരണ്ടിരിക്കുന്നു. അങ്ങനെ വരാൻ നേരത്ത് വജൈനയുടെ ഉൾഭിത്തികളിൽ കമ്പുകൾ കുത്തിയിറക്കിയാലെന്നതുപോലെ വേദന. നമ്മൾ നേരത്തെ ഇത്തരം കമ്പുകൾ കുത്തിയിറക്കുന്ന അവസ്ഥകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, കുത്തുന്ന പോലുള്ള വേദനകൾ. ഡ്രൈനെസ് കൊണ്ടുണ്ടാകുന്നതാണത്. ദ ത്രോട്ട് ഈസ് ഡ്രൈ, റെഡ്, പാറ്റുലസ്, എ സെൻസേഷൻ ഓഫ് എ ഫിഷ് ബോൺ ജാഗിങ് ഇൻ ടു ഇറ്റ്സ് വെൻ സോളോയിങ്. ദർ ഈസ് ഇനബിലിറ്റി ടു സോളോ വിത്തൗട്ട് വാഷിംഗ് ഡൗൺ ദ ഫുഡ് വിത്ത് ലിക്വിഡ്സ്. ദർ ഈസ് സ്റ്റിക്കിംഗ് ഓൾ ദ വേ ഡൗൺ ദ ഈസോഫാഗസ്. ഇവിടെയും ഡ്രൈനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നമാണത്. ഈ തൊണ്ട വരണ്ടിരിക്കുന്നു, ചുമന്ന നിറമായിരിക്കുന്നു. വരണ്ട് വലിഞ്ഞുകൊണ്ടാണാവോ തൊണ്ട ആ സ്വാഭാവിക തുറവി വികസിച്ച് വളരെ വലുതായിരിക്കുന്നു, തൊണ്ടയുടെ ആ തുറവി വികസിച്ചിരിക്കുന്നു. പാറ്റുലസ് എന്ന് പറയുന്നത്. ഇനിയൊരു മുള്ള്, മീനിൻ്റെ മുള്ള് തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്നത് പോലെ ആഹാരം കഴിക്കുമ്പോഴുള്ള വേദന, ഒരു മീൻ മുള്ള് തൊണ്ടയിൽ കുത്തിയിരുന്നാൽ എന്ന പോലുള്ള വേദന. എന്നിട്ട് ഈ തൊണ്ടയിൽ വരണ്ടിരിക്കുകയാണ്, ആഹാരം തനി ഇറങ്ങിപ്പോവില്ല, ആഹാരത്തെ കഴുകി ഇറക്കണം. ആഹാരം കഴിച്ച് എന്തെങ്കിലും വെള്ളം, എന്തെങ്കിലും ദ്രാവകം കുടിക്കണം, പച്ചവെള്ളമോ കഞ്ഞിവെള്ളമോ മറ്റെന്തെങ്കിലും പാനീയമോ അത് കഴിക്കണം. അങ്ങനെ കഴിച്ചേ ആഹാരം ഇറക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഡ്രൈനെസ്സാണ്. കാരണം ആഹാരം പോകുന്ന ആ അന്നനാളത്തിൽ എല്ലായിടത്തും ആഹാരം ഒട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. Most prescribers give Heparsol for sticking or fishbone sensation in the throat. ഇത്തരം അവസ്ഥയിൽ ഒട്ടുമിക്കവരും ഹെപ്പാർസൾഫ് കൊടുക്കുമായിരുന്നു. പഴയ കഥയാണ്, ഇപ്പോൾ എനിക്കറിയില്ല. കാരണം ദിസ് ഈസ് ദ ഓൾഡ് കീനോട്ട്, ഓൾഡ് റൂട്ടീൻ. പഴയ കീനോട്ടിലുണ്ട്, പഴയൊരു പതിവായിരുന്നു. നൈട്രിക് ആസിഡ്, അർജന്റ് നൈട്രിക്കം, അലൂമിന ആൻഡ് നാട്രമിർ ഓൾ ഹാവ് ഇറ്റ്, ബട്ട് ഓൾ ഡിഫറൻ്റ്ലി. പക്ഷേ ഹെപ്പാർസൾഫ് മാത്രമല്ല, നൈട്രിക് ആസിഡിലുണ്ട്, അർജന്റൻ നൈട്രിക്കത്തിലുണ്ട്, അലൂമിനിയനുണ്ട്, നാട്രമ്യൂറിലുണ്ട്. ഇൻറ്റൻസ് ഡ്രൈനസ്, ഓരോന്നിൻ്റെയും തനിമയുള്ള സ്വഭാവ സവിശേഷതകൾ വ്യത്യസ്തമാണ്. ഇനി അതൊന്ന് ഒന്ന് വിശദീകരിക്കും, ഓരോന്നും എടുത്തു പറഞ്ഞ് വിശദീകരിക്കും. ആദ്യമായിട്ട് ഹെപ്പാർസൾഫിൻ്റെ. ദ ടോൺസിൽസ് ആർ സോളൻ, ടോൺസിൽസ് വിങ്ങിയിരിക്കുന്നു, വീർത്തിരിക്കുന്നു. ഫുൾ പോപ്പിൾ ക്വിൻസി, പർപ്പിൾ കളറിൽ, അത് പഴുപ്പ് വന്നിട്ടുണ്ട് അവിടെ, പർപ്പിൾ കളർ വന്നു, ഒരു വയലറ്റ് കളർ വന്നു, ചുവപ്പ് കളർന്ന ഒരു വയലറ്റ് നിറമൊക്കെ വന്നു, പഴുപ്പായി, ക്വിൻസിയായി, അതിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ട്. ദ പേഷ്യൻ്റ് ഈസ് സെൻസിറ്റീവ് ടു ദ സ്ലൈറ്റസ്റ്റ് ഡ്രോട്ട്. ആ ഒരു അവസ്ഥയിൽ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും രോഗി ആകെ വിഷമിക്കും. ദർ ഇസ് പെയിൻ ഇൻ ദ ത്രോട്ട് ഈവൻ ഓൺ പുട്ടിങ് ദ ഹാൻഡ് ഔട്ട് ഓഫ് ബെഡ്. കിടക്കുമ്പോൾ പുതപ്പിനിടയിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടാൽ മതി, തൊണ്ടയിൽ വല്ലാതെ വേദന വരും. ദ സ്വെറ്റ്സ് ഇൻ ദ നൈറ്റ് വിത്ത് നോ റിലീഫ്. രാത്രിയിലുള്ള വിയർപ്പുകൾക്ക് യാതൊരു ശമനവുമില്ല. ഹി സെൻസിറ്റീവ് ടു എവറി ഇംപ്രഷൻ. ഓരോ സംവേദനങ്ങളോടും അയാൾ വളരെ സെൻസിറ്റീവാണ്. ചെറിയ കാര്യങ്ങളുണ്ടായാൽ മതി, അയാളല്ലാതെ ശബ്ദത്തോട്, തണുപ്പിനോട്, ചൂടിനോട് ഒക്കെ പ്രശ്നം ഉണ്ടാവും. ഫീൽസ് എവറിത്തിങ് 10 times ആംപ്ലിഫൈഡ്. എല്ലാ കാര്യങ്ങളും 10 മടങ്ങ് വലുതായ പോലെ. സാധാരണഗതിയിൽ നമ്മൾ അവഗണിക്കേണ്ട ഒരു കാര്യം അയാൾക്ക് അവഗണിക്കാൻ പറ്റില്ല. ചെറിയൊരു കാറ്റ് വന്നു, അത് 10 മടങ്ങ് ശക്തിയുള്ള കാറ്റായ അയാൾക്കുണ്ടായിരുന്ന പോലെ. അങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലാതെ സെൻസിറ്റീവ് ആകുകയാണ് ആൾ. ഇനി നൈട്രിക് ആസിഡിനെ കുറിച്ച്. ദർ ആർ യെല്ലോ പാച്ചസ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിൽ മഞ്ഞ നിറത്തിലുള്ള പാടുകളുണ്ട്.
റാഗ്ഡ് ജാഗ്ഡ് അൾസേഴ്സ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ ആകെ വല്ലാതായ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കീറി മുറിഞ്ഞിരിക്കുന്ന പോലുള്ള വ്രണങ്ങൾ, ഓർ ഇറ്റ് ഈസ് ഇൻഫ്ലെയിംഡ് ആൻഡ് പർപ്പിൾ, അല്ലെങ്കിൽ വിങ്ങിയിരിക്കുന്നു, ഒരു വയലറ്റ് കളറൊക്കെ ആയിരിക്കുന്നു. ദ യൂറിൻ സ്മെൽസ് ലൈക്ക് ഹോഴ്സ് യൂറിൻ, നൈട്രിക് ആസിഡിൻ്റെ തനിമയുള്ള സ്മെല്ല്. നമ്മൾ അടുത്തായിട്ട് നമ്മൾ നൈട്രിക് ആസിഡിലേക്ക് പോകും. അവിടെ കുതിരമൂത്രത്തിൻ്റെ മണം, ഞാൻ ഇത് വായിച്ച സമയത്ത് കുതിരമൂത്രത്തിൻ്റെ മണം അത് അറിയണമല്ലോ. ഇത് വായിക്കുന്നതിന് 2 വർഷം മുമ്പ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൊച്ചിൻ കോളേജിലാണ് പഠിച്ചത്, ഫോട്ടോച്ചിക്ക് എടുത്ത്. അവിടെ 84-86 കാലഘട്ടത്തിൽ, ഇന്നത്തെ +2 ഹയർ സെക്കൻഡറിക്ക് സമാനമായിട്ടുള്ള, അന്ന് അവിടെ കുതിരയെ കശാപ്പ് ചെയ്ത് വിൽക്കുന്ന ഒരു ഏർപ്പാട് അവിടെ ആ ഭാഗത്തുണ്ടായിരുന്നു. മിക്കവാറും ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ കുതിരകളോട് നടക്കും. കുതിരമൂത്രം ഞാൻ മണം കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ വീണ്ടും അവിടെ പോയി. അന്നവിടെ അത്രയ്ക്ക് കുതിരകളില്ല. കുതിരകളെ കെട്ടുന്നൊരു സ്ഥലത്ത് പോയിട്ട് ആ കുതിരമൂത്രത്തിൻ്റെ ആ ഒരു ഹാർഷ് സ്മെല്ല്, കുതിര മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. എന്നിട്ട് ആ മണ്ണ് കുറച്ചെടുത്തിട്ട്, അന്ന് ഈ പറയുന്ന ബാബുചേട്ടൻ അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ പഠിക്കുന്നുണ്ട്, ഞാനത് വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടേ കൊടുത്തു, ബാബുചേട്ടൻ കൊണ്ടേ കൊടുത്തു, സുഹൃത്തുക്കൾ കൊടുക്കാൻ. ആ കുതിരമൂത്രത്തിൻ്റെ ബാബുചേട്ടൻ കേട്ടിട്ടുണ്ടത്, മണം അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തവരുണ്ടല്ലോ, അത് കോളേജിൽ കൊണ്ടുപോയി, ചോറ്റാനിക്കര കോളേജിൽ കൊണ്ടുപോയി അത് മണത്ത് നോക്കി. കുറേയൊക്കെ പോയിരുന്നെങ്കിൽ പോലും അതൊരു നൈട്രിക് ആസിഡിൻ്റെ ഒരു ടിപ്പിക്കലാണത്. അപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥയിലും തൊണ്ടയുടെ അവസ്ഥയിലും നൈട്രിക് അതുണ്ട്. ഇനി അർജന്റ് നൈട്രിക്കം, ദർ ഇസ് മച്ച് ഹോഴ്സ്നെസ്, ശബ്ദം വല്ലാതെ പതറിയിരിക്കുന്നു. ദ വോക്കൽ കോഡ്സ് ബീയിങ് ഡിസ്റ്റർബ്ഡ്, കാരണം സ്വനതന്ത്രികളിൽ ഇത് ബാധിച്ചു, അതിൽ പ്രശ്നങ്ങളുണ്ടായി. ദ ത്രോട്ട് ഈസ് സോളൻ പാറ്റുലസ്, ദ പേഷ്യൻറ്റ് വാണ്ട്സ് കോൾ തിങ്സ്. അപ്പോൾ തൊണ്ട വിങ്ങിയിരിക്കുന്നു, വിങ്ങിയിരുന്ന സാധനം അടഞ്ഞു പോവുകയാണ്. ഇവിടെ പാറ്റുലസ് ആണ്, വിങ്ങിയിട്ടും തൊണ്ട ആ ദ്വാരം വളരെ വലുതായിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ പുതിയ ചൂടുവെള്ളമായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷെ അർജന്റ് നൈട്രിക്കം പേഷ്യൻറ്റിൽ തണുത്ത വെള്ളം, തണുത്ത സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കും. കോൾഡ് എയർ, തണുത്ത വായു വേണം കേട്ടോ. മറ്റൊക്കെ എന്ത് വ്യത്യാസം നോക്കിയേ. അഡാപ്റ്റഡ് ടു ദീസ് കേസസ് ദാറ്റ് ഹാവ് ഹാഡ് അൾസറേഷൻ ഓഫ് ദ വോസ് യൂട്ടറി വിത്ത് കോട്ടറൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അർജന്റ് നൈട്രിക്കത്തിൽ ഈ ഉണ്ടാകുന്നൊരു സാഹചര്യം, ഗർഭാശയ മുഖത്ത് വ്രണം വന്നിട്ട് അവിടെ പൊള്ളി ഇരിക്കുന്നത് പോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇതിനോട് ചേർന്നുകൊണ്ട് അർജന്റ് നൈട്രിക് കേസിൽ. അപ്പോൾ എൻ്റെ പറയാൻ കാരണം, ഒരു കീനോട്ട് എന്ന രീതിയിൽ, പഴയ കീനോട്ട് എന്ന രീതിയിൽ തൊണ്ടയിൽ ഈ പ്രശ്നങ്ങൾക്ക് നാട്രം മ്യൂറിയാറ്റിക്കം അല്ലെങ്കിൽ ഹെപ്പാർ സൾഫ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നേരിയ വ്യത്യസ്തതകൾക്കനുസരിച്ച്, അതിൻ്റെ തനിമയനുസരിച്ച് ഹോമിയോപ്പതി വ്യത്യസ്ത ഔഷധം പറയണം, എന്നാലേ അത് ഹോമിയോപ്പതിക്കാവുള്ളൂ. അല്ലാതെ കീനോട്ടിൽ അങ്ങനെ പറയുന്നു പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ആ ഹോമിയോപ്പതി പ്രിസ്ക്രൈബിങ്ങിൻ്റെ ഒരു അടിസ്ഥാന നിയമത്തിലേക്ക് കൂടി എൻ്റെ ഈ ഒരു വിവരണത്തിലൂടെ നിങ്ങൾക്ക് വിരചൂണ്ടി തരികയാണ് ചെയ്യുന്നത്. ഈ നാട്രം മ്യൂറൽ, ദർ ഇസ് എക്സ്ട്രീം ഡ്രൈനസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. ഇതേപോലെ തൊണ്ടയുടെ പ്രശ്നത്തിൽ നാട്രം മ്യൂറലാണെങ്കിൽ ശ്ലേഷ്മസ്തരങ്ങൾ മുഴുവൻ എക്സ്ട്രീം ഡ്രൈനസ് അങ്ങേറ്റത്തെ വരണ്ട അവസ്ഥ, ആസ് ഇഫ് ദേ വുഡ് ബ്രേക്ക്, അങ്ങനെ വരണ്ട് പൊട്ടിപ്പോകുമോ. ക്രോണിക് ഡ്രൈനസ് വിത്തൗട്ട് അൾസറേഷൻ, ആ സുസ്ഥിരമാണ് ഈ ഡ്രൈനസ്, ആ വ്യക്തിയിൽ സുസ്ഥിരമായിട്ടുണ്ട്. അതിനോടൊപ്പം സാധാരണഗതിയിൽ വരേണ്ട വ്രണങ്ങൾ നാട്രം മ്യൂറലിൽ ഇല്ല. ദർ ഇസ് മച്ച് കാറ്റാറൽ ഡിസ്ചാർജ് ലൈക്ക് ദ വൈറ്റ് ഓഫ് ആൻ എഗ് വിത്ത് ഡ്രൈനസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ വെൻ നോട്ട് കവേർഡ് ബൈ ദിസ് മ്യൂക്കസ്. അപ്പോൾ ഇവിടെ കാറ്റാറൽ ഡിസ്ചാർജ് വരാറുണ്ട്, മുട്ടയുടെ വെള്ളക്കരു പോലെ. അങ്ങനെ വരുമ്പോൾ ആ കഫം അവിടെ പുരണ്ടിരിക്കുമെന്നല്ലാതെ ബാക്കി സമയങ്ങളെല്ലാം അവിടെ ആ നാട്രം മ്യൂറലിലെ തനതായ ക്രോണിക് ഡ്രൈനസ് ഉണ്ടാകും. ദ പേഷ്യൻ്റ് ഈസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ചേഞ്ച് ഓഫ് വെതർ. കാലാവസ്ഥയുടെ മാറ്റങ്ങളോട് വല്ലാതെ സെൻസിറ്റീവാണ്. ചെറിയ മാറ്റങ്ങൾ പോലും നാട്രം മ്യൂറൽ പേഷ്യൻറ്റിനെ ബാധിക്കും, വിശേഷം തൊണ്ടയിലെ ഈ ഒരു പ്രശ്നത്തിൽ. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തത്വം എൻ്റെ പറയുകയാണ്. എവറി റെമഡി ഹാസ് ഇറ്റ്സ് ഓൺ പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ഗതിവേഗം ഓരോ ഔഷധത്തിനും അതിൻ്റെതായിട്ടുള്ള ഗതിവേഗമുണ്ട്. ഇറ്റ്സ് ഓർഡർ ഓഫ് സക്സഷൻ. അതിൻ്റെ ഓരോ അവസ്ഥകളും ഓരോ ലക്ഷണങ്ങളും സവിശേഷതകളും മാറി മാറി വരുന്നതിൻ്റെ ഒരു ക്രമമുണ്ട്, ഒരു വേഗതയുണ്ട്. പ്രധാനപ്പെട്ട ഔഷധങ്ങളിലെങ്കിൽ ആ ഒരു ക്രമം മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കണമെന്ന് പറയുന്നത്. ഹിസ്റ്ററി കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ അതിൻ്റെ ആ ഒരു
ഔഷധം ആ ഒരു രോഗാവസ്ഥയുടെ വേഗതയും അതിൻ്റെ ക്രമവും ലക്ഷണങ്ങൾ വന്നു പോകുന്ന ക്രമവും മനസ്സിലാക്കി അതിനനുയോജ്യമായൊരു ഔഷധം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വെറുതെ ടോട്ടാലിറ്റി അപ്പോൾ കാണുന്ന ലക്ഷണങ്ങളുടെ ടോട്ടാലിറ്റി എന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നുള്ള കാര്യമാണ് കെന്റ് വീണ്ടും പറയുന്നത്. ഇനി വീണ്ടും വി മസ്റ്റ് ബെയർ ഇൻ മൈൻഡ് എന്താണ് ദ ഓർഡർ ഓഫ് സക്സഷൻ. നമ്മൾ മസ്റ്റ് ബെയർ ഇൻ മൈൻഡ് ഈ ഒരു ലക്ഷണങ്ങൾ വരുന്നതിൻ്റെ ആ ഒരു ക്രമം നമ്മൾ മനസ്സിൽ കരുതിയിരുന്നേ പറ്റൂ. മസ്റ്റ് ബെയർ ഇൻ മൈൻഡ്. നാറ്റമീർ ഇസ് യൂസ്ഫുൾ ഇൻ ഓൾഡ് ഡ്രോപ്സിസ്. ഇനി ഡ്രോപ്സി പൊതുവെ ശോഷിച്ച് ഇരിക്കുന്ന ഒരാളാണ്, അമീഷിയേറ്ററാണ്. പക്ഷേ വെള്ളം കെട്ടിയിട്ട് നീര് കെട്ടി വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ കൂടി നാറ്റമീറിലുണ്ട്. എസ്പെഷ്യലി ഡ്രോപ്സി ഓഫ് സെല്ലുലാർ ടിഷ്യൂസ്. സെല്ലുലാർ ടിഷ്യൂസിലാണ് ഈ ഒരു നീര് കെട്ടിയിരിക്കുന്ന അവസ്ഥ വരുന്നത്. സംടൈംസ് ദർ ഇസ് ഡ്രോപ്സി ഓഫ് സാക്സ്. വെള്ളം നീര് കെട്ടിയിട്ട് ഇങ്ങനെ സഞ്ചി പോലെ വീർത്തിക്കും. ഡ്രോപ്സി ഓഫ് ദ ബ്രെയിൻ ഫോളോവിങ് അക്യൂട്ട് ഡിസീസസ്. ഒരു രൂക്ഷമായൊരു അസുഖം, ഒരു അക്യൂട്ട് കേസ് വന്നിട്ട് അതിനോട് ചേർന്ന് തലച്ചോറിൽ വെള്ളം കെട്ടുന്നൊരവസ്ഥ. ഇൻ അക്യൂട്ട് സ്പൈനൽ മെനിഞ്ചൈറ്റിസ് വിത്ത് എക്സ്ട്രീം നെർവസ് ടെൻഷൻ. സ്പൈനൽ മെനിഞ്ചൈറ്റിസ് വന്നിട്ട് അതിനോട് ചേർന്ന് നെർവസ് ടെൻഷൻ, നാഡീസംബന്ധമായ പിരിമുറുക്കം അങ്ങേയറ്റം. മെനിഞ്ചസ് സ്പൈനൈറ്റിസ് എന്താണെന്നും ലക്ഷണങ്ങൾ എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വേർ ദർ ഇസ് ക്രോണിക് ഡ്രോയിങ് ബാക്ക് ഓഫ് ദ ഹെഡ്. തല ഇങ്ങനെ പിന്നാക്കം വലിഞ്ഞിരിക്കുന്നൊരവസ്ഥ. ക്രോണിക് ജേർക്കിംഗ് ഓഫ് ഹെഡ് ഫോർവേഡ്. തല മുന്നോട്ട് ഇങ്ങനെ ജേർക്കിംഗ് ഉണ്ട്, പിന്നാക്കം വലിഞ്ഞിരിക്കുന്നു, പിന്നാക്കം വലിക്കുന്നൊരവസ്ഥ, മുന്നോട്ടുള്ള ജേർക്കിംഗ് ഉണ്ട്. അക്യൂട്ട് ഡിസീസ് ദാറ്റ് റിസൾട്ട് ഇൻ ഹൈഡ്രോസെഫാലസ്. ഇനി അക്യൂട്ട് ഡിസീസ് വന്നിട്ട് നേരത്തെ തലച്ചോറിൽ നീർക്കെട്ടുണ്ടാവും എന്ന് പറഞ്ഞു, അത് ഹൈഡ്രോസെഫാലസ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഓർ ഇൻ ഇറിറ്റേഷൻ ഓഫ് ദ സ്പൈൻ, അല്ലെങ്കിൽ ഈ സുഷുമ്നാനാഡിയിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അപ്പോൾ അക്യൂട്ട് കേസസ് വന്നിട്ട് തലച്ചോറിലോ സുഷുമ്നാനാഡിയിലോ അത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കുന്ന കേസുകളിൽ നാട്രമീറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സംടൈംസ് യൂസ്ഫുൾ ഇൻ അബ്ഡോമിനൽ ഡ്രോപ്സി ബട്ട് മോർ ഓഫൺ ഇൻ എഡീമ ഓഫ് ദ ലോവർ എക്സ്ട്രീമിറ്റീസ്. അടിവയറ്റിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന നീര് കെട്ടി നിൽക്കുന്ന അവസ്ഥകളിലും ചിലപ്പോൾ നാട്രമീർ ഉപകരിക്കും. പക്ഷെ പൊതുവെ ഈ കാലുകളിൽ ലോവർ എക്സ്ട്രീമിറ്റീസിലുള്ള നീർക്കെട്ടാണ് പൊതുവെ നാട്രമീറിൽ കാണുന്നത്. അക്യൂട്ട് ഡ്രോപ്സിസ് ആഫ്റ്റർ സ്കാർലറ്റ് ഫീവർ. The patient is oversensitive, starts in his sleep, rises up in the night with confusion. There are albumin and cas in the urine. അപ്പോൾ ഈ സ്കാർലറ്റ് ഫീവർ, ചുവന്ന പനി, യൂറോപ്പിലും മറ്റുമൊക്കെ സാധാരണമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ അടുത്തിടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം അത് വന്ന ശേഷം ഉണ്ടാകുന്ന അക്യൂട്ടായിട്ടുള്ള ഈ നീര് കെട്ടി ശരീരം വീർക്കുന്നൊരവസ്ഥ. അത്തരം കേസുകളൊക്കെ 2 വർഷം മുമ്പ് പാലക്കാട് ഭാഗത്തൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പേഷ്യൻ്റ് വല്ലാതെ സെൻസിറ്റീവ് ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ആയിരിക്കും, ഉറക്കത്തിൽ ഞെട്ടും, രാത്രി ആകെ ആശയക്കുഴപ്പത്തോട് എഴുന്നേറ്റിരിക്കുമ്പോൾ വല്ലാത്ത ആശയക്കുഴപ്പം, മൂത്രത്തിൽ ആൽബുമൻ ഉണ്ടാകുന്നു. ഇൻ ഡ്രോപ്സി ആഫ്റ്റർ ദ മലേറിയ നാട്രമീർ വെൻ ഇറ്റ് ആക്ട്സ് ക്യൂറേറ്റീവ്ലി ജനറലി ബ്രിങ്സ് ബാക്ക് ദ ഒറിജിനൽ ചിൽ. അപ്പോൾ ഈ മലേറിയ കഴിഞ്ഞുണ്ടാകുന്ന ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയിൽ നാട്രമീർ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യൂറേറ്റീവായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, രോഗശാന്തി വരുത്തി കഴിഞ്ഞാൽ പഴയ ലക്ഷണങ്ങൾ തിരിച്ചു വരും. അതായത് മലേറിയയുടെ ആ കുളിര് അത് തിരിച്ചു വരും. അത് ശരിയായ ഹോമിയോപ്പതിക്ക് ആക്ഷനാണത്. അത് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല, ചിലപ്പോൾ ഹീൽ ചെയ്ത് പോകാം. പക്ഷേ ഇവിടെ ആ ചില്ല് തിരിച്ചു വരും. അപ്പോൾ നാട്രമീറിൽ അങ്ങനെ വന്നാൽ ഭയപ്പെടേണ്ട, അതിന് ഉചിതമായ ഔഷധം കൊടുക്കുക, അല്ലെങ്കിൽ താനേ മാറുകയാണെങ്കിൽ അതിന് കാത്തിരിക്കുക. ദ ഓൺലി ക്യൂർ നോൺ ടു മാൻ ഈസ് ഫ്രം എബവ് ഡൗൺ, ഫ്രം വിത്തിൻ ഔട്ട് ആൻഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ ഓഫ് ദ കമ്മിങ്. അപ്പോൾ ഇതിനൊരു സാധൂകരണമാണ് എന്ന് പറയുന്നത്. അത് ഓർഗനിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ യഥാർത്ഥ രോഗശാന്തിയെ സംബന്ധിച്ചിടത്തോളം മാനവരാശി കേട്ടിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. വേറെ തരത്തിലും യഥാർത്ഥ രോഗശാന്തിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനില്ല. മേലെ നിന്ന് താഴേക്ക്, അകമേ നിന്ന് പുറമേക്ക്, ഫ്രം വിത്തിൻ ഔട്ട്വേർഡ്സ്, ഫ്രം എബോവ് ഡൗൺ, മേലെ നിന്ന് കീഴേക്ക്. അതിൻ്റെ റിവേഴ്സ് ഓർഡർ പാടില്ല. പക്ഷേ രോഗം വരുന്നതിൽ ഇതിൻ്റെ റിവേഴ്സ് ഓർഡറാണ്, പുറമേ നിന്നകത്തേക്ക്, താഴെ നിന്ന് മേലേക്ക്. പക്ഷേ രോഗശാന്തി മേലെ നിന്ന് താഴേക്കാണ്, അകമേ നിന്ന് പുറമേക്കാണ്. ഇതിൽ ഈ പുറമേ നിന്നകത്തേക്ക് എന്നുള്ള തത്വം അത് ഓർഗനിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും അത് വിശദീകരിക്കുന്നുണ്ട്. വെൻ ഇറ്റ് ഈസ് അതർവൈസ് ദർ ഇസ് ഓൺലി ഇംപ്രൂവ്മെൻറ്റ് നോട്ട് ക്യൂർ. ഇനി നേരെ തിരിച്ച് ഫ്രം അപ്പ് ഡൗൺവേർഡ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രം വിത്തിൻ ഔട്ട്വേർഡ്സ് എന്നുള്ളൊരു പകരം
അതിന് എതിരെ ദിശയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാൽ അത് വെറും ഇമ്പ്രൂവ്മെൻ്റ് മാത്രമായിരിക്കും, തൽക്കാലത്തേക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് മാത്രമായിരിക്കും. അതൊരു ഹീലിംഗ് അല്ല, അതൊരു ക്യൂർ അല്ല. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അതായത് ചൊറി മാറിയിട്ട് അകമേ ശ്വാസം മുട്ടലുണ്ടായി, അതൊരു ഹീലിംഗ് അല്ല. ശ്വാസം മുട്ടൽ മാറിയിട്ട് ചൊറി ഉണ്ടാകുന്നത് ഹീലിംഗ് ആണ്, നേരെ തിരിച്ചുണ്ടാകുന്നു ഹീലിംഗ് അല്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ചികിത്സാ രീതികളെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ ഒരു തത്വമാണ് എപ്പോഴും മനസ്സിൽ കരുതേണ്ടത്. വെൻ ദ സിംറ്റംസ് റിട്ടേൺ ദർ ഇസ് ഹോപ്പ്. ലക്ഷണങ്ങൾ മടങ്ങി വരുമ്പോൾ അവിടെ പ്രത്യാശയുണ്ട്. ഇത്ര മനോഹരമാണ്. ഇതൊക്കെ നമ്മളെ ചേംബറുകളിലേക്ക് ഇനി എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ്. ലക്ഷണങ്ങൾ മടങ്ങി വരുമ്പോൾ അവിടെ പ്രത്യാശയുണ്ട്. അവിടെ വന്നിരിക്കുന്ന രോഗികളത് വായിക്കട്ടെ, വായിച്ച് നിങ്ങളോടത് ചോദിക്കട്ടെ എന്താണെന്ന്. പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. നിങ്ങൾ മരുന്ന് കൊടുക്കുന്നു, അയ്യോ ഡോക്ടറെ മാറിപ്പോയ സുഖപ്പെട്ടു പോയ പ്രശ്നം, സുഖപ്പെട്ടു പോയ പനി വന്നു, സുഖപ്പെട്ടു പോയ ശ്വാസം മുട്ടൽ വന്നു. അപ്പോൾ ഈ ഒരു കാര്യം, വെൻ ദ സിംറ്റംസ് റിട്ടേൺ ദർ ഇസ് ഹോപ്പ്, ലക്ഷണങ്ങൾ മടങ്ങി വരുമ്പോൾ അവിടെ പ്രത്യാശയുണ്ട് എന്നവർ വായിച്ചാൽ അവരൊന്ന് ചിന്തിക്കും, ഒന്ന് ആലോചിക്കും. കെൻറ്റിൽ അങ്ങനെ ധാരാളം മനോഹരമായ വചനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ രോഗികളെ ബോധവൽക്കരിക്കാൻ ഇതൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ എഴുതി വെക്കുക. വെൻ ദ സിംറ്റംസ് റിട്ടേൺ ദർ ഇസ് ഹോപ്പ്, ലക്ഷണങ്ങൾ മടങ്ങി വരുമ്പോൾ അവിടെ പ്രത്യാശയുണ്ട്. ആശങ്കയല്ല, ആളുകൾ ആശങ്കപ്പെടും, പക്ഷേ വാസ്തവത്തിൽ അവിടെ പ്രത്യാശയാണുള്ളത്. ദാറ്റ് ഈസ് ദ റോഡ് ടു ക്യൂർ. അതാണ് രോഗശാന്തിയിലേക്കുള്ള വഴി. അത് രോഗശാന്തിയിലേക്കുള്ള വഴിയാണ്. ആൻഡ് ദർ ഇസ് നോ അതർ. ഇങ്ങോട്ട് രോഗശാന്തിയിലേക്ക് മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല. ഈ രണ്ട് വാചകങ്ങളും നിങ്ങളുടെ ചേംബറിൽ രോഗികൾ കാത്തിരിക്കുന്ന സ്ഥലത്ത് എഴുതി വെക്കുക, വെയിറ്റിംഗ് റൂമിലൊക്കെ എഴുതി വെക്കുക. രോഗികൾ നിങ്ങൾ ചിന്തിക്കട്ടെ, നിങ്ങൾ ചോദിക്കട്ടെ. അപ്പോൾ ഹോമിയോപ്പതിയുടെ തത്വങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. മറ്റൊരു വഴിയില്ല, രോഗശാന്തിക്ക് മറ്റൊരു വഴിയില്ല. ദ സ്കിൻ സിംപ്റ്റംസ് ആർ സംടൈംസ് വെരി സ്ട്രൈക്കിംഗ്. ഈ തൊലിയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ വളരെ ശ്രദ്ധേയമാണ്. ഓൾഡ് ലിംഗറിംഗ് കേസ് വെർ ദ സ്കിൻ ലുക്സ് ട്രാൻസ്പെറൻറ്റ് ആസ് ദ പേഷ്യൻറ്റ് വുഡ് ബിക്കം ഡ്രോപ്സിക്കൽ. അപ്പോൾ ഒരു പഴയൊരു കേസുകളിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന ചില കേസുകളിൽ തൊലി ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നും. വെറുതെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് ആ വ്യക്തിയെ പൊതിഞ്ഞിരിക്കുകയാണെന്ന് തോന്നും. അത് ഡ്രോപ്സിക്കായിട്ട് മാറുമോ, അതൊക്കെ നീർക്കെട്ടി ഇങ്ങനെ വരുമോ, വീർത്ത് വരുമോ, വാക്സി മെഴുക് പോലെ, ഗ്രീസി ഇങ്ങനെ ഗ്രീസ് അടിച്ച പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ ബാബുചന്ദ് കൊണ്ടുപോയ ആ കേസിൽ, ആ ഒരു മെൻസ്ട്രൽ കോളിക്കുവാറുന്ന കേസിൽ ആ പെൺകുട്ടി ഏതാണ്ട് അങ്ങനെയല്ല, ഏതാണ്ട് അങ്ങനെയായിരുന്നു. ഒരു ഷൈനി സ്കിൻ എന്ന് പറയാം, വാക്സി ഷൈനി സ്കിൻ. അതർ റെമഡീസ് വിത്ത് ഗ്രീസി ഷൈനി സ്കിൻ ആർ പ്ലംബം, തൂജ, സെലീനിയം. അപ്പോൾ ഇതേപോലുള്ള ഗ്രീസി ആയിട്ടുള്ള, ഈ ഗ്രീസ് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഴുക് പറ്റിയ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ അവർ തിളങ്ങുന്ന തരത്തിലുള്ള ഒരു എണ്ണമയമുള്ള തൊലി, നല്ല തിളക്കമുള്ള തൊലി. അപ്പോൾ നാട്രമീർ കൂടാതെ പ്ലംബം, തൂജ, സെലീനിയം. ദീസ് റെമഡീസ് ഗോ ഡീപ്പ് ഇൻ ടു ലൈഫ്. ഈ ഔഷധങ്ങൾ ആ വ്യക്തിയുടെ ജീവന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു, ജീവന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. എത്ര പഴകിയ രോഗാവസ്ഥകളെ സുഖപ്പെടുത്താമെന്ന് ആലോചിച്ച് നോക്കുക. ഹോമിയോപ്പതിയിൽ പഴകിയ രോഗങ്ങളുടെ ചികിത്സയിൽ ഏറ്റവും മനോഹരമായിട്ട് ഹീലിങ്സ് കണ്ടിട്ടുള്ള ചുരുക്കം ഔഷധങ്ങളിലൊന്നും നാട്രമ്യൂറാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ മറ്റുമൊക്കെ അനുഭവത്തിൽ, എൻ്റെ നിരീക്ഷണത്തിൽ വളരെ മനോഹരമാണ് നാട്രമ്യൂറിൻ്റെ പ്രവർത്തനം. എനി റെമഡി ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സച്ച് വണ്ടർഫുൾ ചേഞ്ചസ് ഈസ് ലോങ് ആക്ടിങ്. അപ്പോൾ ഇത്തരം അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് ഔഷധവും ലോങ് ആക്ടിങ് ആണ്. അത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. ലോങ് ആക്ടിങ് ആണ്, അതിന് ഇടങ്കോലിടരുത്. മറ്റെന്തെങ്കിലും മരുന്ന് കൊടുത്തോ റിപ്പീറ്റ് ചെയ്തോ അതിന് ഇടങ്കോലിടരുന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ വ്യംഗ്യമായിട്ട് ഇവിടെ തരുന്നത്. അല്ലെങ്കിൽ ഡീപ്പ് ആക്ടിങ്, ലോങ് ആക്ടിങ് ഔഷധങ്ങൾ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് മനസ്സിൽ കരുതുക. അപ്പം അതിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാക്കരുത്. യൂസ്ഫുൾ ആഫ്റ്റർ ലേബർ വെൻ ദ മദർ ഡസ് നോട്ട് പ്രോഗ്രസ് വെൽ. ഒരു പ്രസവത്തിന് ശേഷം കുട്ടിയുടെ അമ്മയ്ക്കൊരു ആരോഗ്യം മെച്ചപ്പെടുന്നില്ല. ഷീസ് ഫീബിൾ ആൻഡ് എക്സൈറ്റഡ്. വല്ലാതെ ശോഷിച്ച്, വല്ലാതെ പെട്ടെന്ന് എക്സൈറ്റ്മെന്റ്, വളരെ ഉത്തേജനം ഉണ്ടാകുന്ന തരത്തിലിരിക്കുന്നു. ദ ലോക്കിയ ഈസ് പ്രൊലോങ്ഡ്. ഈ അതിൻ്റെ പ്രസവശേഷമുള്ള അവശിഷ്ടങ്ങൾ പ്ലസന്റയും മറ്റൊക്കെ പോകുന്ന ആ പ്രക്രിയ അതിങ്ങനെ നീണ്ടു നിൽക്കുന്നു, സമയത്ത് പോയി തീരുന്നില്ല. കോപ്പിയസ് ആൻഡ് വൈറ്റ്, ധാരാളമായിട്ട് വരുന്നു, വെള്ള നിറത്തിൽ ഡിസ്ചാർജ് വരുന്നു. ദ ഹെയർ ഫാൾസ് ഔട്ട് ഫ്രം ദ ഹെഡ് ആൻഡ് ജെന്റിൽസ്. ആ സ്ത്രീയുടെ തലയിൽ നിന്നും ജനേന്ദ്രിയത്തിൽ നിന്നും രോമം കൊഴിഞ്ഞു പോകുന്നു. ദ മിൽക്ക് പാസസ് അവേ. പാലിൻ്റെ ഉൽപാദനം, മുലപ്പാലിൻ്റെ ഉൽപാദനം ഇല്ലാതാവുന്നു. ഓർ ദ ചൈൽഡ് ഡസ് നോട്ട് ത്രൈവ് ഓൺ
ഇനി ഇല്ലാതായില്ലെങ്കിൽ പോലും, പാലുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ആ ചെറിയ പൈതല് അത് മുലപ്പാൽ മാത്രം കൂടി ജീവിക്കേണ്ടതാണ്. അതിന് വേണ്ടത് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ കേസിലെ 3 കുട്ടികളെ ഭംഗിയായിട്ട് പോറ്റി വളർത്തി ആ സ്ത്രീ. ഓൾമോസ്റ്റ് ഫ്ലാഷ് ടെസ്റ്റാണ് ഇപ്പോഴും, പക്ഷേ മിൽക്ക് പ്രൊഡക്ഷന് യാതൊരു കുറവുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ ഔഷധങ്ങളിലെ അത്ഭുതകരമായ ഫലങ്ങൾ ഫിസിക്കലി അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ വളരെ നീണ്ട കാലത്തിന് ശേഷം അത് കാണുള്ളൂ. ഫങ്ഷനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി ഇന്നും എനിക്ക് വിലയിരുത്താവുന്ന ഒരു കേസാണത്. അതൊക്കെ നാട്രമ്യൂറിന് വലിയൊരു ട്രിബ്യൂട്ടാണ്. അതൊക്കെ യൂസ്ഫുൾ ഇൻ ആഫ്റ്റർ പെയിൻസ് വേർ ദർ ഈസ് സബ്ലിവേഷൻ ഓഫ് ദ യൂട്രസ്. പ്രസവശേഷം ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് ആകുന്നില്ല, ആ ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന വേദന, ആ വേദനയുടെ സാഹചര്യത്തിലും നാട്രമ്യൂർ ഉപകരിക്കും. ദ യൂട്രസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് പ്രൊലോങ്ഡ് കഞ്ചഷൻ, നീണ്ടു നിൽക്കുന്ന ഒരു കഞ്ചഷൻ, വിങ്ങിയിരിക്കുന്ന അവസ്ഥ ഗർഭാശയത്തിലുണ്ട്. ഷീസ് അഗ്രവേറ്റഡ് ബൈ നോയ്സ്, മ്യൂസിക്, ദ സ്ലാമിങ് ഓഫ് എ ഡോർ. ഒച്ച കൊണ്ടുണ്ട്, നേരത്തെ ഒച്ച മാത്രമേ നേരത്തെ ഇരിക്കുന്നുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഒച്ചയും സംഗീതവും കൊണ്ട് വർദ്ധിക്കുന്നുണ്ട്. ഒരു വാതിലടച്ചാണെന്ന ഒച്ച, വാതിലടയുന്നതിൽ ഒച്ച കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. ഷീ ക്രൈവ് സോൾട്ട്, ഉപ്പിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നു, ഉപ്പ് വല്ലാതെ ഉപ്പ് വേണം. ആൻഡ് ഹാസ് ആൻ അവേർഷൻ ടു ബ്രെഡ്, റൊട്ടിയോട്, ചപ്പാത്തി അങ്ങനെ സാധനങ്ങളോടുള്ള വിരക്തി. വൈൻ, വീഞ്ഞ് കുടിക്കാൻ താല്പര്യമില്ല. കൊഴുപ്പുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല, ഫാറ്റി തിങ്സിനും ഇഷ്ടമല്ല. സോർ വൈൻസ് ഡിസോർഡർ ദ സ്റ്റൊമക്ക്, ഇനി പഴകിയ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ വയറിന് കുഴപ്പമുണ്ടാകും. നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന ലക്ഷണങ്ങളല്ലത്. നാട്രമ്യൂർ വിൽ ക്ലിയർ അപ്പ് ദ കേസ്, റിസ്റ്റോർ ദ മിൽക്ക്, ടേൺ ദ കേസ് ഇൻ ടു ഓർഡർ. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നാട്രമ്യൂർ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് പ്രസവിച്ച സ്ത്രീയാണെങ്കിൽ നിറച്ചുപോയ പാലിൻ്റെ ഉൽപ്പാദനം വീണ്ടും ആരംഭിക്കും, ആ ഒരു രോഗാവസ്ഥ ശരിയാവും. നാട്രമ്യൂർ ഈസ് നീഡഡ് ബൈ ദോസ് ക്ലോറോട്ടിക് ഗേൾസ് ഹു ഹാവ് എ ഗ്രീസി സ്കിൻ. ഈ ക്ലോറോട്ടിക് ഗേൾസ് വല്ലാതെ കുഴപ്പമുള്ളൊരു അവസ്ഥയാണത്. മെലിഞ്ഞ് ഒരുതരം പച്ച നിറം, അപ്പോൾ വെളുത്ത ഫെയർ കോംപ്ലക്ഷനൊക്കെ ആണെങ്കിൽ അത് ഗ്രീനിഷ്നസ് കാണും, നമ്മൾ കാണില്ല. ഒരു വിളവിയൊരു അവസ്ഥയിലുള്ള ഒരു എപ്പോഴും ശ്വാസം മുട്ടൊക്കെ വരുന്നൊരവസ്ഥ, ക്ലോറോട്ടിക് ഗേൾസ്. അങ്ങനൊരു അവസ്ഥയിൽ ഒരു മഞ്ഞിച്ച തൊലിയുള്ള അവസ്ഥയിൽ മെൻസ്ട്രേറ്റ് ഓൺലി വൺസ് ഇൻ 2 or 3 months, 2-3 മാസം കൂടെ മാത്രമേ ആർത്തവം ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയൊരു അവസ്ഥയിൽ നാട്രമ്യൂർ അങ്ങനെയുള്ള സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ, യുവതികളിൽ നാട്രമ്യൂർ ഫലിക്കും. ദ മെൻസ് ആർ കോപ്പിയസ് ഓർ സ്കാൻഡി ആൻഡ് വാട്ടറി. ആർത്തവം ചിലപ്പോൾ വല്ലാതെ ഉണ്ടാവും, ചിലപ്പോൾ വളരെ കുറവായിരിക്കും, വെള്ളം പോലെ ഉണ്ടാകും ഡിസ്ചാർജ്. വേർ ദ സിംറ്റംസ് എഗ്രി, ലക്ഷണങ്ങൾ യോജിക്കുമ്പോൾ എന്താണ്, ദിസ് റെമഡി ക്യാൻ ഇറാഡിക്കേറ്റ് ദിസ് ക്ലോറോസിസ്. ഈ ഒരു ക്ലോറോട്ടിക് കണ്ടീഷൻ, വിളറി മഞ്ഞച്ചും പച്ച നിറത്തിലുമൊക്കെ ഇരിക്കുന്ന അവസ്ഥകളെ ശരിയാക്കും ലക്ഷണങ്ങൾ യോജിക്കുകയാണെങ്കിൽ. ആൻഡ് ടേൺ ദ കോണ്ടറൻസ് ഇൻ ടു പിക്ചർ ഓഫ് ഹെൽത്ത്. ആ കോണ്ടറൻസ് മുഖം, ഈ ഒരു വിളറിയ ഒരു വ്യക്തിയുടെ മുഖം, ആ വ്യക്തിയുടെ മുഖം ആരോഗ്യവതിയുടെ മുഖമായിട്ട് മാറും, ആരോഗ്യമുഖമായിട്ട് മാറും ഈ നാട്രമ്യൂറിന്റെ പ്രവർത്തനത്തിൽ. ദ കട്ട് ഫിംഗർ ബ്ലീഡ്സ് ഓൺലി വാട്ടർ. ഒരു വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വെള്ളം വരുന്നു. ദ മെൻസ്ട്രൽ ഫ്ലോ ഈസ് ഓൺലി എ ലുക്കോറിയ. ആർത്തവ രക്തസ്രാവത്തിന് പകരം വെള്ളപോക്ക് പോലെ. ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ക്ലോറോസിസിന്റെ അവസ്ഥ. ഒരു കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലും മറ്റുമൊക്കെ ഇത്തരം സ്ത്രീകളുടെ എണ്ണം വളരെ വർദ്ധിച്ചിരുന്നു. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ആ യുദ്ധവും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്ഷാമം, അവിടെ ഉണ്ടായ ചില പകർച്ചവ്യാധികൾ, അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് പറയുന്നുണ്ട് ക്ലോറോസിസിനെ കുറിച്ച്. ദർ ഇസ് പെർനീഷ്യസ് അനീമിയ, വല്ലാത്ത അനീമിയ, പെർനീഷ്യസ് അനീമിയ. ഇതൊക്കെ ക്ലോറോസിസിൻ്റെ മറ്റു വകഭേദങ്ങൾ തന്നെ. വല്ലാത്ത ഭയാനകമായ വിളർച്ച. നാട്രമ്യൂർ ഗോസ് ഡീപ്പ് ഇനഫ് ഇൻ ദ ലൈഫ് ടു റിസ്റ്റോർ ദ പിങ്ക് കോംപ്ലക്ഷൻ. ഇങ്ങനെയുള്ള വിളറി വെളുത്ത് നാശമായി മഞ്ഞച്ചും പച്ചച്ചും ഇരിക്കുന്ന ആളുകളിൽ ലക്ഷണങ്ങൾ യോജിക്കുകയാണെങ്കിൽ നാട്രമ്യൂർ അവരുടെ ജീവന്റെ അഗാധതകളിലേക്ക്, അവരുടെ വൈറ്റാലിറ്റിയുടെ ആ അന്തരംഗങ്ങളിലേക്ക്, ഉള്ളിലേക്ക് കടന്നു ചെന്ന് ക്രമം പുനഃസ്ഥാപിക്കും. അവർ പിങ്ക് കളർ എന്ന് പറയുന്നത് ഒരു ഫെയർ കോംപ്ലക്ഷനിൽ നന്നായിട്ട് കൊഴുത്ത് കഴിയുമ്പോൾ ഒരു ചുവപ്പ് നിറം വരും. നമ്മൾ ഡാർക്ക് കോംപ്ലക്ഷൻ അങ്ങനെ പറയണമെന്നില്ല, പക്ഷെ ആൾ നല്ല ഉഷാറായിത്തീരും. അങ്ങനെ മന്ദീഭവിച്ച ജീവനെ പുനർജീവിപ്പിക്കാൻ, പുനഃസ്ഥാപിക്കാൻ അനുയോജ്യമായ ഔഷധങ്ങളിൽ ഒന്നാണ് നാട്രമ്യൂർ.
അത്രമാത്രം വിലപ്പെട്ടൊരു ഔഷധമാണ്. മനുഷ്യ ജീവനെക്കുറിച്ചും ജീവശക്തിയെക്കുറിച്ചും ഒക്കെ നമുക്ക് നാറ്റർമ്യൂറിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, മറ്റു പല മെറ്റീരിയൽ മെഡിക്കലുകളും ഒക്കെ വായിച്ച് ഇതിൻ്റെ പല പല വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നൈട്രിക് ആസിഡ് എന്നുള്ള അധ്യായം നമുക്ക് പരിഗണിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.